ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. മാർവൽ ഫേസ് 1 കഴിഞ്ഞപ്പോൾ മാർവൽ ഫേസ് 2 തുടങ്ങാൻ എനിക്ക് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ആയിരുന്നു. ചില സീരീസുകളോ സിനിമകളോ ഒരുപാട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് സീസണിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് സീസണിൽ കിട്ടിയ ആ ഒരു ഇമ്പാക്റ്റ് സെക്കൻഡ് സീസണിൽ കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ മാർവലിലെ ഫസ്റ്റ് ഫേസിലെ എല്ലാ സിനിമകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പം ഫേസ് 2ലേക്ക് പോകുമ്പോൾ ഇനി പഴയ പോലെ ആയിരിക്കുമോ അതോ അലമ്പാവോ എങ്ങനെയായിരിക്കുമോ എന്നൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫേസ് 2 ഫസ്റ്റ് മൂവി കാണാൻ തുടങ്ങിയത്. അയൺമാൻ കണ്ടു തുടങ്ങിയപ്പം അയൺമാൻ 3 ആയിരുന്നു ഫസ്റ്റ് മൂവി. അയൺമാൻ കണ്ടു തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, നോ പ്രോബ്ലം, കാരണം ഫേസ് 2 ഫേസ് 1 അടിപൊളിയായിട്ടാണ് വരുന്നത് എന്നെനിക്ക് മനസ്സിലായി. എന്നോടിപ്പോൾ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓരോ സിനിമകൾ കഴിയുന്നവരും ഇങ്ങനെ മാറി മാറി പോവാണ്. അപ്പോൾ ഇപ്പോൾ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും അയൺമാനാണ്. എനിക്ക് അയൺമാൻ 2 ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് അയൺമാനെ കാണുന്ന തന്നെ ദേഷ്യമായിരുന്നു. ഒരുമാതിരി വൃത്തിയിട്ട സ്വഭാവം, ഒരുമാതിരി ഞാനായി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു അയൺമാൻ. പക്ഷേ അയൺമാൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അയൺമാൻ്റെ ആ ഒരു സെറ്റപ്പ്, അയൺമാൻ്റെ ആ ഒരു പവർ, ഇതെല്ലാം കൂടിയത് പിന്നെ അവഞ്ചേഴ്സിലൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അയൺമാൻ 3 എത്തിയപ്പോഴത്തേനും എനിക്കിപ്പോൾ ഹൾക്കിനേക്കാൾ ഇഷ്ടം അയൺമാനോടായി. ഓക്കെ, സോ അയൺമാൻ 3 തുടങ്ങിയപ്പോൾ തന്നെ അത് നല്ല ഇവൻറ്റ്ഫുൾ ആയിട്ടാണ് തുടങ്ങിയത്. ഒരു ടെററിസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പം ഈ ടെററിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, ഒരു ഭയങ്കര ഭീകരനായിട്ടുള്ള, ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഭീകരനായിട്ടുള്ള ഒരു ടെററിസ്റ്റ്, ഭയങ്കര ഒരു തീവ്രവാദി എല്ലാം ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലാഷ് ബാക്കിലുള്ള ഒരു ക്യാരക്ടറിനെ കണ്ടപ്പോൾ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ആദ്യം കുറച്ച് ഓക്കെ അല്ലാത്ത ഒരാളായിരുന്നു ഫിസിക്കലി. അത് കഴിഞ്ഞ് പക്ഷെ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട് പുള്ളിയുടെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഫൈൻ, ഇയാൾ നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ മൊമെന്റോ സിനിമയിലുള്ള ആളാണ്. ഇവൻ ഫുള്ള് അയൺമാൻ പുള്ളിയുടെ പവർ യൂസ് ചെയ്യുന്നു. പെപ്പർ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് റോഡി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഹാപ്പി, അതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളി മൊമെന്റോയിലെ ആള്, ഇങ്ങനെ ആകെ മൊത്തം ഇവൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. അത് കഴിഞ്ഞ് സിനിമ ഇങ്ങനെ പോയി. ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എഡ്ജിലായിരുന്നു. ഇതെങ്ങനെ അയൺമാൻ എന്താ ചെയ്യാൻ പോണേ, എന്താണ് ഇനി സംഭവിക്കാൻ പോണേ. അയൺമാനാണ് തോറ്റുകൊണ്ടിരിക്കുക. പുള്ളിക്ക് ഒരു നാർസിസ്റ്റിക് സ്വഭാവം ഉണ്ടല്ലോ. അതുകൊണ്ട് പുള്ളി എല്ലാവരും പോയി വെല്ലുവിളിച്ച് പുള്ളിയുടെ വീടൊക്കെ ഈ തീവ്രവാദി വന്ന് തകർക്കുകയാണ്. അപ്പം ഈ തീവ്രവാദിയുടെ പേര് മാൻഡ്രിൻ എന്നാണ്. അപ്പം ഈ മാൻഡ്രിൻ ഗ്രൂപ്പ് ഇയാളുടെ വീടൊക്കെ വന്ന്, അയൺമാൻ്റെ വീടൊക്കെ വന്ന് തകർക്കുകയാണ്. അങ്ങനെ പെപ്പറിന് പുള്ളി ഒരു തരത്തിൽ നോക്കുമ്പോൾ പുള്ളി ചെറുതായിട്ട് പുള്ളിയുടെ പവർ കൊടുക്കുന്ന കാണാം. എന്നാലും പുള്ളി അംഗീകരിക്കില്ല. പുള്ളി പെപ്പറിന്റെ കഴിവെന്ന് ഉള്ളത് ഒരിക്കലും അംഗീകരിക്കില്ല. പുള്ളിയുടെ കഴിവെന്ന് തന്നെ, അയൺമാന്റെ കഴിവെന്ന് തന്നെയാണ് അംഗീകരിക്കുന്നത്. അങ്ങനെ സിനിമ ഇങ്ങനെ ഡെവലപ്പായി പോയപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് അവിടെ വന്നത്. അതായത് ഈ ലോകത്തിന്റെ മൊത്തം ഞെട്ടിച്ച തീവ്രവാദി പുള്ളി ശരിക്കും ഒരു കോണാക്ടർ ആയിരുന്നു. അത് എന്താ പറയുക, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമഡി ആയിരുന്നു ആ സിനിമയിൽ. എന്ന് വെച്ചാൽ കുറേ മിക്സ്ഡ് ഒപ്പീനിയൻസ് ഞാൻ കണ്ടു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത്രയും എന്താ പറയുക, അയൺമാൻ്റെ ആ ഒരു സീരിയസ്നെസ് കളഞ്ഞു അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ടിട്ട് എന്തോരം ചിരിച്ചെന്നറിയാം. ഈ ബെൻ കിങ്സ്ലി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറാണ് ഇത് ഈ പോർട്രേ ചെയ്തിട്ടുള്ള, ഈ ഒരു ഭീകരനായിട്ടുള്ള തീവ്രവാദിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഗാന്ധി എന്ന് പറഞ്ഞ സിനിമയിൽ ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അടിപൊളി ആക്ടറാണ് പുള്ളി. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക, പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് വന്നൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ പോയത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് ഒന്നോട് എന്താ പറയുക റിവൈസ് ചെയ്തിട്ട് കണ്ടു. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വലിയൊരു തീവ്രവാദി, പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷനിൽ ഒത്തിരി ബോധവും അങ്ങനെ ബുദ്ധിയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി. ശരിക്കും പുള്ളിക്ക് കുറച്ച് കഞ്ചാവല്ല ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിയുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയായിരുന്നു. എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് ഫേസ് കണ്ടിട്ടും ഈ സെക്കൻഡ് ഫേസിലെ ഫസ്റ്റ് മൂവി കണ്ടിട്ടും എനിക്ക് അതിലെല്ലാമുള്ള എന്താ പറയുക, എന്നെ ഏറ്റവും ചിരിപ്പിച്ചൊരു സംഭവം ഈ ബെൻ കിങ്സ്ലിയുടെ ഈ ഒരു ഇതായിരുന്നു. ഇത് എത്ര പേർക്കുണ്ടെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. സോ അങ്ങനെ സിനിമ മുന്നോട്ട് പോവാണ്. അത് കഴിഞ്ഞ് സിനിമ എൻഡ് ചെയ്യുമ്പം നമ്മൾ വലിയൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. അതിൽ പെപ്പറിന് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഹ്യൂമണോ സൂപ്പർ പവറോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. കാരണം അയൺമാൻ പെപ്പറിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പെപ്പറിന്റെ സൂപ്പർ പവർ അല്ല, പുള്ളിക്കാരിക്ക് കിട്ടിയ ഒരു പവർ ഉണ്ട്. അതെടുത്ത് മാറ്റിയതാണോ അതോ
അത് ഇംപ്രവൈസ് ചെയ്യാണോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അത് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യും. ഇനി അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വരുന്ന സീസണിലല്ല വരുന്ന മൂവീസിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട, ഞാനത് കണ്ടോളാം. സോ ഇപ്പോൾ അങ്ങനെ സിനിമ പോയി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. പുള്ളിയും അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഇവൻഫുൾ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നും വെച്ച് നിൽക്കുന്ന ഗ്രാഫിക്സും VFX ഒക്കെ ഒരുപാട് ഡെവലപ്പായിട്ടുള്ള ഒരു അടിപൊളി സിനിമ. ഇതിലും സ്റ്റാൻലി അപ്പൂപ്പൻ ഉണ്ട്. എനിവേ അയൺമാൻ 3 കണ്ടപ്പം ഞാനിപ്പോൾ ശരിക്കും ഒരു അയൺമാൻ ഫാനാണ്. നിങ്ങൾ എത്ര പേര് അയൺമാൻ ഫാനാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും. എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനേക്കാളും ഇഷ്ടം അയൺമാനെയാണ്, അയൺമാൻ്റെ ക്യാരക്ടറിനെയാണ്. പക്ഷെ പുള്ളിയുടെ ചില സ്വഭാവങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും എനിക്ക് ഇപ്പം എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും എനിക്കിഷ്ടം അയൺമാനെയാണ്. ക്രെഡിറ്റ് സീൻസ് കണ്ടു. അതിലടുത്ത മൂവിയിലേക്കുള്ള കാര്യങ്ങളൊന്നും പറയണമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൽ ജസ്റ്റ് അയൺമാൻ ഒരു പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ്, ഒരു എന്താ പറയുക പാസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത്. അത് പുള്ളി പറയുന്നത് ശരിക്കും ബ്രൂസ് ബാനറിനോടാണ്, ഇത് നമ്മുടെ ഹൾക്കിനോടാണ്. അപ്പം അങ്ങനെ ആരോടാണ് പറയുന്നതെന്ന് കാണിച്ചിട്ടാണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ അയൺമാൻ തീർന്നു. സോ ഞാൻ അടുത്ത സിനിമ കാണാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം എനിക്ക് അയൺമാൻ 3 ഭയങ്കര ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ അയൺമാൻ്റെ വലിയൊരു ഫാനുമായി. സോ അതാണ് എനിക്ക് അയൺമാനെ പറ്റി പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.